ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ വേദയും അതുപോലെ വിക്രവും ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക്, രാജാക്കാട് എന്ന് പറയുന്ന ആ ഒരു നാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് അവരുടെ കൂട്ടുകാരൻ സജീവുമുണ്ട്. അവർക്കുള്ള സ്ഥലം റെഡിയാക്കുന്നു, അതുപോലെ തന്നെ അവരെ സേഫായി എത്തിക്കാൻ പറ്റുന്ന ഒരാളെ റെഡിയാക്കുന്നു, അവർക്ക് കൊണ്ടുപോകാൻ ക്യാഷ് റെഡിയാക്കുന്നു. എല്ലാം റെഡിയാക്കി ഇന്ന സമയത്ത് പോകാം, നിങ്ങൾ റെഡി ആയിട്ടിരുന്നു, ഒരു ലോറി സെറ്റാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് പോയി. ഇവരിവിടെ ഇരിക്കുവാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി നമ്മുടെ വേദയ്ക്കുണ്ട്. അപ്പോൾ അനിയൻകുട്ടനാണെങ്കിൽ അവിടെ കിടന്നുറങ്ങുക. ഒരു കാരണവശാലും ഈ ശത്രുക്കൾക്ക് പിടി കൊടുക്കരുത് എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇവരിങ്ങനെ നിൽക്കുന്നു. അനിയൻകുട്ടനെ എങ്ങനെയെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിന് ഇടയാക്കി എങ്ങനെയെങ്കിലും അവനെ സ്വബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും അധിക സമയം നമ്മുടെ മുന്നിലില്ല എന്നൊക്കെ വേദ പറയുവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരിക്കില്ല അല്ലേ എന്നുള്ള രീതിയിലും വേദ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, അങ്ങനെ ഈ രാത്രിയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. പക്ഷേ നമ്മൾ പോയിരുന്നത് നിൻ്റെ ചേട്ടൻ്റെ ആൾക്കാരും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ നാട് നീളം നമുക്ക് വേണ്ടി അന്വേഷണം നടക്കുമായിരിക്കും. കൂട്ടത്തിൽ ആ പോലീസും ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ എപ്പോഴും എവിടെ വെച്ച് വേണമെങ്കിലും പിടി വീഴാമെന്നുള്ള രീതിയിൽ വിക്രം ഇങ്ങനെ പറയുമ്പം, അങ്ങനെയൊന്നും പറയല്ലേ വിക്രം, ഒരിക്കലും നമ്മൾ അങ്ങനെ പോകുമെന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കില്ല. നാട് വിട്ടു പോകുമെന്നൊന്നും ഒരുപക്ഷെ അവർ ചിന്തിക്കാൻ വഴിയില്ല. നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ച് താമസിക്കുമെന്നാണ് അവർ വിചാരിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ വേദ ഇങ്ങനെ പറഞ്ഞു. നിൻ്റെ ചേട്ടനല്ലേ, നിന്നേക്കാളും ബുദ്ധിയുള്ളവനായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ, അയാളുടെ ബുദ്ധി എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വേദ വിക്രത്തോട് പറയാം. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുന്നത് വരെ നമുക്കിതിനെപ്പറ്റി ഒന്നും പറയണ്ടെന്നും വേദ ഇങ്ങനെ പറയുന്നു. എങ്ങനെയെങ്കിലും അനിയൻകുട്ടനെ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരണം, അതാണ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമെന്ന കാര്യവും വേദ ഇങ്ങനെ വിക്രത്തോട് പറയുവാണ്. അങ്ങനെ ഇവർ സംസാരിച്ച് അവിടെ ഇരിക്കുന്നു. രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസും അതുപോലെ തന്നെ ശ്രീകാന്തിൻ്റെ അമ്മായച്ചനും കൂടെ നാട് നീളത്തെണ്ടി നടക്കുകയാണ് ഇവരെ തേടി. ഇവർ എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്നുള്ളത്. പെട്രോളിംഗ് ഒക്കെ അതിശക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ പോലീസുകാരൻ. എന്നിട്ട് വരുന്ന വണ്ടിക്ക് കൈനീട്ടുന്നു, അതിൻ്റെ അകത്തേക്ക് തലയും കാലും കയ്യും എല്ലാം കൂടെ ഇട്ടൊക്കെയാണ് നോക്കുന്നത്. അങ്ങനെ നൈറ്റ് പെട്രോളിങ് ഭയങ്കര ഇതായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ രാജീവൻ ഇവരെ കൊണ്ടുപോകാനായിട്ട് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരവിടെ റെഡി ആയിട്ടിരിക്കല്ലോ. അപ്പോൾ അനിയൻകുട്ടൻ നല്ല മയക്കത്തിലാണ്. അനിയൻകുട്ടൻ മയങ്ങി കിടക്കുമ്പോൾ അനിയൻകുട്ടനെ വിളിച്ച് എഴുന്നേപ്പിച്ച് കഴിഞ്ഞപ്പോൾ അനിയൻകുട്ടൻ പതുക്കെ കണ്ണ് തുറന്നപ്പോഴും അവർ കൊല്ലും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് പോകാമെന്ന് പറഞ്ഞ അനിയൻകുട്ടനെ നമ്മുടെ വിക്രം ഇങ്ങനെ വിളിക്കുക, എങ്ങോട്ടാ, എന്നെ കൊല്ലാൻ കൊണ്ടുപോകണോ, എങ്ങോട്ടാ, എന്നെ കൊല്ലാൻ കൊണ്ടുപോകണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനിയൻകുട്ടൻ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും വേദയ്ക്കും വിക്രത്തിനും അതുപോലെ കൂട്ടുകാരനും ഭയങ്കര സങ്കടമായി. നീ വാ അനിയൻകുട്ട, ഞാനല്ലേടാ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ അനിയൻകുട്ടൻ്റെ കയ്യെ പിടിച്ച് കൊണ്ടുപോകാം. എന്നിട്ട് ഇവർ സജീവിൻ്റെ വണ്ടിയിലേക്ക് കാറിൽ കയറി അവിടെ നിന്ന് നേരെ വേറൊരു സ്ഥലത്തേക്ക്. അപ്പോൾ അവിടെ ഈ ലോറിയും ആൾക്കാരും ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് വിക്രവും വേദയും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വണ്ടിക്കാരോട്, ചേട്ടന്മാരെ, ഇതാണ് ഞാൻ പറഞ്ഞ ആളെന്നും പറഞ്ഞ് ഇവരെ പരിചയപ്പെടുത്തിയും കൊടുത്തു. അപ്പോൾ ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രത്തോടും വേദയോടും സൂക്ഷിക്കണമെന്നും, ഞാൻ പറഞ്ഞ സ്ഥലത്ത് ഗീവർഗീസ് എന്ന് പറയുന്ന ചേട്ടൻ്റെ കാര്യം മറന്നു പോകരുത്, അവിടെ ചെന്ന് ഇറങ്ങി അദ്ദേഹത്തെ പറ്റി നിങ്ങൾ അന്വേഷിക്കണം, അദ്ദേഹം നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചോളും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുവാണ്. പിന്നെ വളരെ സൂക്ഷിച്ച് വേണം പോകാൻ, എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അല്ലേ എന്ന് വിക്രം ചോദിക്കുമ്പം, നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ സെക്കൻഡിൽ എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരനെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചു. അതുപോലെ തന്നെ ഈ വണ്ടിക്കാരെയും പറഞ്ഞ് ഏൽപ്പിച്ചു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ച് അവരെ വണ്ടിയിൽ കയറ്റി വിടുവാണ്. അങ്ങനെ അവർ വണ്ടിയിൽ കയറി അവർ പോകുന്നു. കൂട്ടുകാരനും തിരിച്ചവിടെ നിന്ന് അങ്ങ് പോയി. അങ്ങനെ വണ്ടിയിലിരുന്ന് ഇവർ പോകുക കേട്ടോ. ഈ സമയത്തും പോലീസുകാരവിടെ ഭയങ്കരമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുക, ഇവരെ എങ്ങോട്ട് പോകുന്നു, ഏത് വഴിക്ക് പോകുന്നു എന്നൊക്കെയുള്ളത്. എന്തായാലും ആർക്കും പിടി കൊടുക്കാതെ വേദയെയും വിക്രയത്തെയും അതുപോലെ അനിയൻകുട്ടനെയും ചേർത്ത് ആ വണ്ടിക്കാർ പോവുകയാണ്. അങ്ങനെ അവർ പോകുന്ന ഈ ഒരു സമയത്ത് അവിടെ സുധാകരൻ മാഷും കമലയും കൂടി ഭയങ്കര ടെൻഷൻ. മക്കൾ എവിടെയായിരിക്കും, എങ്ങോട്ട് പോയി കാണും, എന്തായിരിക്കും, ഇതൊക്കെയുള്ളൊരിത്. അപ്പോൾ കമലയ്ക്കാണ് പേടി മുഴുവൻ. അപ്പോൾ ഈ സമയത്ത് വേദ നമ്മുടെ മകൻ്റെ കൂടെ ഉള്ളിടത്തോളം നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടാന്നും ധൈര്യമായിട്ടിരിക്കാനും സുധാകരൻ മാഷ് കമലയോട് പറയാം. ധൈര്യമായിട്ടിരിക്കടോ, വേദയല്ലേ നമ്മുടെ മോൻ്റെ കൂടെയുള്ളത്, ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവനെ അവൾ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള കാര്യം സുധാകരൻ മാഷ് പറയുന്നു. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട് എന്ന കാര്യവും പറയാം. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. പിന്നെ ഈ ശ്രീകാന്ത് നാട് നീളത്തെണ്ടി നടപ്പും കഴിഞ്ഞ് വീട്ടിൽ കയറി വന്നപ്പോൾ ഭാര്യ അവിടെ ഇല്ലല്ലോ. ഇയാളാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും ദീപ്തിയുടെ അടുത്തേക്ക് വന്നു. അവരന്നേരം, നീ ഇത്രയും നേരം എവിടെയായിരുന്നടാന്നൊക്കെ അച്ഛനെ ആ ഒരു ചോദിക്കണമെന്നുണ്ട് മനസ്സിൽ. പക്ഷെ അതിന് പകരം അമ്മ ചോദിക്കുക. പക്ഷെ ഇവൻ വലിയ ഡയലോഗൊക്കെ ഇറക്കി അമ്മയുടെ മുന്നിൽ തുറതലൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ തിരിച്ചും പറഞ്ഞു, ദീപ്തിയും തിരിച്ചു പറഞ്ഞു. അപ്പോഴത്തേക്കും കൊതി കുത്തി ഇറങ്ങിപ്പോയി വർഷയുടെ വീട്ടിലേക്ക്. ഇനിയിപ്പോൾ അവിടെ ഇരുന്നായിരിക്കും ഒരുമിച്ച് ഗൂഢാലോചനകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി.
അപ്പോൾ ഈ ശ്രീകാന്ത് ഇറങ്ങിപ്പോയപ്പോൾ അത് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, എന്തിനാ പത്മം അവനെപ്പറ്റി ഓർത്ത് വിഷമിക്കുന്നത്, നാളെ ജയിലിൽ കിടക്കാനുള്ളവനാണ് അവനെപ്പറ്റി ഓർത്ത് നീ ദുഃഖിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് അമ്മയും അച്ഛനൊക്കെ കൂടെ അവിടെ ഇരിക്കാം. ഇതെല്ലാം കഴിഞ്ഞു, രാവിലെയായി. വെളുപ്പിന് തന്നെ ഇവർ രാജാക്കാടെത്തി. അപ്പോൾ രാത്രിയിലെ ട്രിപ്പിനാണല്ലോ ഇവർ പോയി. ചെന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങി ലോറിക്കാരോട് നന്ദിയൊക്കെ പറഞ്ഞ് ഇവരെങ്ങനെ ഇറങ്ങി നിൽക്കും. അതിനുശേഷം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയ കട. അപ്പോൾ ഇവിടെയൊന്നും കടകൾ പോലും ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിക്രവും വേദയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ചെറിയൊരു കട. അപ്പോൾ അവിടെ ഒരു ചായ എടുക്കുന്ന ഒരു ചേട്ടൻ, ആ ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ ചേട്ടനോട് ചോദിക്കാമെന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഗീവർഗീസ് എന്ന് പറഞ്ഞ പുള്ളീനെ പറ്റി ചോദിച്ചു. അപ്പോൾ ഇന്ന ആളാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആ ചേട്ടൻ ഗീവർഗീസിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഗീവർഗീസ് ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. ഗീവർഗീസ് ചേട്ടനെ കണ്ടപ്പം ഞങ്ങൾ ഇന്ന ആൾ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞു. എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി, നിങ്ങൾ ഇപ്പോൾ വന്ന് ഇറങ്ങിയുള്ളൂ, ഒരു ചായ കുടിക്കുന്നു, വലിയ കാര്യമായിട്ടൊക്കെ ആ ചേട്ടൻ ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ വേണ്ട, ഞങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലമൊക്കെ ചേട്ടനോട് പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാം, എന്തായാലും നിങ്ങൾ വന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ, ചെറിയ കാലിച്ചായൊക്കെ കുടിച്ച് നമുക്ക് വണ്ടിയിൽ കയറി പോകാം എന്താ എന്നൊക്കെ ചോദിച്ചേ പറഞ്ഞ് അങ്ങനെ അവരെന്ന് പറഞ്ഞ് ചായ എല്ലാം കുടിച്ച് വണ്ടിയിലേക്ക് കയറി. ജീപ്പായിരുന്നു, അതിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വണ്ടിയിലേക്ക് കയറി ഇങ്ങനെ ഇവർ പോവും. അപ്പോൾ ഈ ചേട്ടനാണെങ്കിൽ വാതോരാതെ സംസാരിക്കുന്ന ഒരാൾ, എന്താ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് പോരാവെന്ന് വെച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ചേട്ടൻ ഇങ്ങനെ ചോദിക്കുക. ആ സമയത്ത് അനിയൻകുട്ടനെ കണ്ടിട്ട് ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ ഇത് ഞങ്ങളുടെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. രണ്ടുപേരുടെ വരവ് കണ്ടിട്ട് അത്ര പന്തിയല്ലല്ലോ, എന്താ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്, കല്യാണം കഴിഞ്ഞതാണോ അതോ ഒളിച്ചോട്ടമാണോ, അങ്ങനെ എന്തോ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ ഒളിച്ചോട്ടമൊന്നും അല്ല ഏട്ടാന്ന് പറയും. ഞങ്ങൾക്ക് കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ശരി വാ എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ ഇങ്ങനെ ഇവരെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുക. ആ സമയത്ത് നമ്മുടെ രാജേട്ടനെയും ജോസഫിനെയും കാണാനില്ല എന്നുള്ള കാര്യം നമ്മുടെ സജീവ് ചെന്ന് ശ്രീകാര്യം ശ്രീനിവാസനോട് പറയുവാണ്. അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാര്യം ശ്രീനിവാസന് ഭയങ്കര അപ്പോൾ അവന്മാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കളിക്കുകയാണെന്ന കാര്യം ശ്രീനിവാസന് മനസ്സിലായി. അപ്പോൾ CI ഇതിനകത്ത് പങ്ക് കൊണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പോൾ അതും ഈ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, എന്തായാലും 24 മണിക്കൂറിനുള്ളിൽ അവരെ CI ഇവിടെ ഹാജരാക്കേണ്ടി വരുമെന്നുള്ള കാര്യം ശ്രീനിസാറ് പറയാണ്. അവരെ ഒന്ന് തൊടാൻ പോലും അവന് സാധിക്കില്ല എന്ന്. എന്തായാലും താൻ ധൈര്യമായിട്ടിരിക്കെ, രാജേട്ടനും അതുപോലെ ജോസഫിനും ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവിടെ നമ്മുടെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനുള്ള തകൃതിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. അപ്പോൾ സുധ അങ്ങോട്ടേക്ക് വന്നു. സുധ വന്നപ്പോൾ സുധ ചോദിച്ചു, എന്താ ശ്രീനേട്ടാന്ന് ചോദിക്കുമ്പോഴേക്കും ഇന്നതാണ് സംഭവമൊന്നും, ഇതിൽ ശ്രീകാന്തും അതുപോലെ ശ്രീകാന്തിൻ്റെ അമ്മായച്ചനും പോലീസുകാരനും എല്ലാവരും കൂടെ കളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ അത് കേട്ടപ്പം അവർ ഈ ഒരു കാര്യത്തിൽ ഇതുപോലെ റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ പുളിക്കൻ്റെ മരണത്തിൽ അവർക്ക് എന്തെങ്കിലും പങ്ക് കാണുമോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ പുളിക്കൻ്റെ കാര്യത്തിൽ അവർക്ക് പങ്കുണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ അനിയൻകുട്ടൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരണമെന്നും അനിയൻകുട്ടൻ മാത്രമേ ആ കൊലയാളികളെ കണ്ടിട്ടുള്ളൂ എന്നുള്ള കാര്യവും പറയുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സുധയ്ക്കാണെങ്കിൽ സംശയം. സുധ പറഞ്ഞത് അവർ തന്നെ അങ്ങനെ ചെയ്തിരിക്കുന്നത്, അതിന് യാതൊരു സംശയമില്ല. എന്തായാലും അവരെ തട്ടിക്കൊണ്ടുപോയത് ശ്രീകാന്തും ശ്രീകാന്തിൻ്റെ അമ്മായച്ചനും കൂടെയാണെന്ന് ജോസഫൊക്കെ വന്നു കഴിയുമ്പോൾ അറിയാമല്ലോ. എന്നിട്ട് വാസുവിനെ ഒന്ന് കാണണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം അവിടെ നിൽക്കുക കേട്ടോ. ഇതേ സമയത്ത് വിക്രവും വേദയും ഇവരെല്ലാവരും കൂടെ പള്ളിമേടയിൽ ചെന്നു അവിടുത്തെ അച്ഛനെ കാണാനായിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നിങ്ങൾ അവരോട് ഇവിടെ നിൽക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഗീവർഗീസ് ചേട്ടൻ നേരെ അച്ഛനെ കാണാനായിട്ട് ചെല്ലുക. അപ്പോൾ ഇവർ ഈ നല്ല തേയിലത്തോട്ടത്തിലൂടെ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്തോടെയാണ് വരുന്നത്. അപ്പോൾ ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ നമ്മുടെ വേദയ്ക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായി. സ്ഥലത്തെപ്പറ്റിയൊക്കെ വേദ എന്നിട്ട് ഈ ഗീവർഗീസ് ചേട്ടനോട് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ഇവർ വർത്തമാനമൊക്കെ പറഞ്ഞു വരുന്നു. അതുപോലെ നാടിനെ പറ്റിയൊക്കെ നമ്മുടെ ആ ചേട്ടൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പള്ളിമേടയിലെത്തി അവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഗീവർഗീസ് നേരെ പള്ളിയിലെ അച്ഛനെ കാണാനായിട്ട് ചെന്നു. അപ്പോൾ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. എന്താ ഗീവർഗീസ് രാവിലെ തന്നെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അച്ഛനോടൊരു വീടിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, ആ കാര്യത്തിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നീയല്ല വേറെ ആരോ താമസിക്കുന്നതെന്നല്ലേ നീ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ താമസിക്കാനുള്ളവർ എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഇവരെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കുവാണ്. അച്ഛൻ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഈ വരവും നിപ്പൊന്നും അത്ര പന്തി അല്ലല്ലോ, നിങ്ങൾ വരുന്നത് ഞാൻ അപ്പുറേന്നേ കണ്ടിരുന്നു, അത്രയ്ക്ക് അങ്ങോട്ട് ഒരു വിശ്വാസം തോന്നാത്തതുപോലെ എനിക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും അച്ഛൻ. അപ്പോൾ അത് കേട്ടപ്പോൾ ഇല്ലച്ചാ എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്, ഒരു കുഴപ്പമില്ല അച്ഛാ, ഒരു പ്രശ്നവും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അപ്പോഴും നമ്മുടെ അനിയൻകുട്ടൻ ഇങ്ങനെ പേടിച്ച് പറിച്ച് അവർ കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഈ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് വീടിൻ്റെ താക്കോലും കാര്യങ്ങളെല്ലാം അച്ഛൻ ഇങ്ങനെ കുറേ സംസാരിച്ചിട്ട് ഗീവർഗീസിന് കൊടുത്തു. അങ്ങനെ ഗീവർഗീസ് ചേട്ടൻ്റെ കയ്യിലേക്ക് താക്കോല് കൊടുത്തു കഴിഞ്ഞിട്ട് ഗീവർഗീസേ നീ ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത് ചെറിയൊരു കേസല്ല എന്ന് പറഞ്ഞു.
അവർ പ്രശ്നക്കാരായിരിക്കില്ല, അവർക്ക് കുഴപ്പങ്ങളും ഉണ്ടായിരിക്കില്ല, പക്ഷേ അവരുടെ പിന്നിലാണ് പ്രശ്നം. ആ പ്രശ്നത്തെ മറികടക്കാനാണ് അവരിങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടം കൊണ്ടൊന്നും അവരുടെ പ്രശ്നം തീരാൻ പോകുന്നില്ല. ഇവിടെ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരെ ആ പ്രശ്നം വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുമെന്ന കാര്യവും അച്ഛൻ ഇങ്ങനെ എന്തോ ഒരു എന്നാ പറഞ്ഞൊരു ഇതിലൂടെ ഒരു ഉൾക്കണ്ണിലൂടെ കണ്ടതുപോലെയൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാർക്ക്, അതായത് ഗീവർഗീസിനും വേറെയുള്ള ആൾക്കാർക്കൊക്കെ വല്ലാത്തൊരിത്. പക്ഷേ ഇതൊന്നും ഇവർ കേൾക്കുന്നില്ലല്ലോ. വാ അച്ഛൻ താക്കോല് വന്നിട്ട് നമുക്ക് പോകാമെന്നും പറഞ്ഞു ഗീവർഗീസ് ചേട്ടൻ ഇവരെയും കൊണ്ട് വന്നിട്ട് പോകുന്നത് അതിനേക്കാളും മനോഹരമായ തേയിലത്തോട്ടത്തിലൂടെ. അങ്ങനെ കുറേ വളഞ്ഞും പുളഞ്ഞും ഒക്കെയുള്ള മൺവഴികളിലൂടെ ഇവർ ആ ജീപ്പിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഭയങ്കര സന്തോഷമായി നമ്മുടെ വിക്രത്തിനും വേദയ്ക്ക് ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോൾ കൂട്ടുകാരൻ കണ്ടുവച്ചിരിക്കുന്ന സ്ഥലം ബോറടിക്കാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു വീട്, ആ വീടിൻ്റെ മുറ്റത്തേക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്തി. അതെ, ഇതാണ് നിങ്ങൾക്ക് താമസിക്കാനുള്ള വീടെന്നും ഇവിടേക്ക് നിങ്ങളെ അന്വേഷിച്ച് ആരും വരില്ല, എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവരെയും കൂട്ടിക്കൊണ്ട് ഇന്ന് വാതിലൊക്കെ തുറന്നു ഇവരകത്തേക്ക് കയറ്റി. അപ്പോൾ അവിടെ ചെറിയൊരു കട്ടിലും കാര്യങ്ങളും ചെറിയൊരു അത്യാവശ്യം വെച്ച് കഴിക്കാനൊക്കെയുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു മുറി, ഒരു അടുക്കള, ഒരു കുഞ്ഞിത്തിണ്ണ, അങ്ങനൊരിത്. അപ്പം അങ്ങനെ അവർ ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വിക്രം അനിയൻകുട്ടനെ പിടിച്ചു കൊണ്ടുവന്ന് ആ കട്ടിലേക്ക് ഇരുത്തി. എന്നിട്ട് ഈ വർഗീസേട്ടനെ പറഞ്ഞയക്കണമല്ലോ, അദ്ദേഹത്തിനോട് യാത്ര പറയാനായിട്ട് വിക്രം അങ്ങോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴും അനിയൻകുട്ടൻ വിക്രത്തിൻ്റെ കയ്യിലേക്ക് കയറി മുറുക്കി അങ്ങ് പിടിച്ചു. അവർ കൊല്ലുമെന്നും പറഞ്ഞ് ഇത് തന്നെ പറയാം. എന്നിട്ട് കണ്ണിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ വിക്രത്തിന് ഭയങ്കര ഒരു വിഷമം, കൂട്ടുകാരൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട്. ഇല്ല, ഞാനല്ലേ നിൻ്റെ കൂടെയുള്ള, നീ ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ട് വിക്രം അനിയൻകുട്ടനെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ചേട്ടൻ, ഞാൻ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് ഓട്ടം ഉള്ളതാണ്, ഞാൻ ഈ ജീപ്പ് ഓടിച്ചാണേ ജീവിക്കുന്നതെന്നൊക്കെ അദ്ദേഹം ഇവരോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പോയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരാം, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ഞാനതിവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഇവിടെ ഇനിയിപ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാകുമോ എന്നുള്ളൊരു തോന്നലൊന്നും മനസ്സിൽ വേണ്ട കേട്ടോ. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്കത് എന്നോട് ചോദിക്കാം, ആ സമയത്ത് തന്നെ ഞാൻ അത് കൊണ്ടുവന്ന് എത്തിച്ച് തരുമെന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോവുക. അദ്ദേഹം പോയപ്പോഴത്തേക്കും വിക്രവും വേദയും അവിടെ ഇങ്ങനെ അദ്ദേഹത്തിന് യാത്രയാക്കി നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് വിക്രവും വേദയും ഇങ്ങനെ ഉമ്മറത്ത് നിന്ന് ഇങ്ങനെ കാണുവാണ്. കാരണം ഒരു കുന്നിൻ്റെ മുകളിലാണ് ആ വീട്, മൊത്തം തേയിലത്തോട്ടം. നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലേ ഇത്, നല്ല ഭംഗിയുണ്ടല്ലേ എന്ന് വിക്രത്തോട് വേദ ഇങ്ങനെ പറയുമ്പം, അതെ, സ്ഥലത്തിൻ്റെ ഭംഗി മാത്രമേ ഉള്ളൂ, മനസ്സിലിപ്പോഴും ആദിയാണെന്ന് വിക്രം പറഞ്ഞു. എന്തിനാ ആദി പിടിക്കുന്നത്? നമ്മൾ എന്തിനാണോ വന്നത് അത് നേടിയിട്ടില്ലേ, അത് നടത്തിയിട്ടല്ലേ നമ്മൾ പോവുള്ളൂ എന്ന് വിക്രത്തോട് വേദ ഇങ്ങനെ പറയുമ്പം, നീ അനിയൻകുട്ടൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അവൻ ഇപ്പോഴും ആ ഒരു ഉൾഭയം ഇങ്ങനെ കിടക്കുകയാണ്. അവർ കൊല്ലുമെന്ന് തന്നെയാണ് അവൻ പറയുന്നത് എന്നുള്ള കാര്യവും വിക്രം ഇങ്ങനെ പറയുമ്പോൾ, അത് ആ ഒരു കാഴ്ച അവൻ്റെ മനസ്സിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ പറയുന്നത്. അങ്ങനെ ആ പറച്ചിലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്നിലേറെ ആൾക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരാളോ അയാളുടെ കൂട്ടാളിയും കൂടെ ചേർന്നിട്ടാണ് പുളിക്കനെ തീർത്തതെന്നുള്ളത് തന്നെയല്ലേ. പുളിക്കനെ തീർത്തത് അങ്ങനെയാണെങ്കിൽ ഒരാളിൽ കൂടുതലുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എൻ്റെ ആങ്ങളെയും അതുപോലെ അയാളുടെ അമ്മായച്ചനും ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് വേദ വിക്രത്തോട് പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ നമ്മുടെ ജോസഫിനെയും അതുപോലെ രാജേട്ടനെയും ശ്രീകാന്തിൻ്റെയും അതുപോലെ പോലീസുകാരൻ്റെ ഒക്കെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. എന്തായാലും രണ്ടിലൊന്നും ഉടനെ അറിയാം ഇതിനുള്ള തീരുമാനം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും, നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയില്ല എന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്താണ്. ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.